തെരഞ്ഞെടുപ്പിൽ എല്ലായ്പ്പോഴും ശരി ജയിക്കുകയൊന്നുമില്ല. മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ അപ്പോ സമുദായത്തെ വിമർശിക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുക. RSSനെ വിമർശിച്ചാൽ അപ്പോൾ ഹിന്ദുവിനെ ആക്രമിക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുക. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ ഇസ്ലാമിനെ ആക്രമിക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുക. അതിനെ നാം ജനാധിപത്യത്തിൻ്റെ പ്രാഥമിക തലത്തിൽ തന്നെ പരാജയപ്പെടുത്തേണ്ട ഒരു തെറ്റായ വ്യാഖ്യാനമാണ്. എന്നെ സംബന്ധിച്ച് ഈ അരാഷ്ട്രീയം ഞാൻ കണ്ട ഈ അടുത്ത കാലങ്ങളിൽ കണ്ട ഏറ്റവും വലിയ അരാഷ്ട്രീയം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. താങ്കളെപ്പോലെ കേരള രാഷ്ട്രീയത്തിൽ ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് ഞാൻ തികച്ചും വിശ്വസിക്കുന്ന ഒരാളുടെ തെരഞ്ഞെടുപ്പ് പരാജയമായിരുന്നു ഞാൻ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയം. അത് അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ സ്വരാജിൻ്റെ വിമർശനങ്ങൾ പറയാനുള്ള വേദികളുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ സ്വരാജിലൂടെ പൊതുസമൂഹത്തിനോടും ഇപ്പം നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളോടും സ്വരാജിൻ്റെ ശബ്ദത്തിൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നിസാരൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ജനപ്രതിനിധികൾ, അറ്റ്ലീസ്റ്റ് കേരളത്തിലുള്ള ജനപ്രതിനിധികൾ, അവർ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ തെരഞ്ഞെടുപ്പ് വേളയിലോ അല്ലെങ്കിൽ അതിന് മുമ്പും തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ അവർക്ക് ജനങ്ങളെ പേടിയില്ല. അവർക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തെത്താൻ ആംബുലൻസുകളുടെ അകമ്പടി ആവശ്യമില്ല, പോലീസുകാരുടെ അകമ്പടി ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു സ്ഥാനത്തെത്തിയാൽ അവർക്ക് ഇത് ഒഴിവാക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ട് പോലും ഈ ജനങ്ങളുടെ ഇടയിലൂടെ നമ്മളിത് മറ്റു പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ അവർ ന്യായീകരിക്കുന്നത് വേറെ രീതിയിലാണ്. പക്ഷേ ഈ കേരളം എന്ന സ്ഥലത്ത് നമുക്ക് ഏറ്റവും അടുത്തറിയപ്പെടേണ്ട ജനപ്രതിനിധികൾ ഈ അകലം പാലിക്കുന്നത് ഏതെങ്കിലും സമയത്ത് സ്വരാജിനെ വിമർശിക്കപ്പെടേണ്ടതാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? എന്താണ് ആ ഒരു കാര്യത്തിലുള്ള അഭിപ്രായം? തുടക്കത്തിൽ എൻ്റെ തെരഞ്ഞെടുപ്പ് പരാജയവുമായിട്ട് ബന്ധപ്പെട്ടാണ് തുടങ്ങിയത്. ഞാനതിനെ ഒരു രാഷ്ട്രീയ കാര്യമായിട്ടേ കാണുന്നുള്ളൂ. തെരഞ്ഞെടുപ്പുകളെ പരമപ്രധാനമായിട്ട് കണക്കാക്കുകയും തെരഞ്ഞെടുപ്പാനന്തര കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്യുകയും ചെയ്യുന്ന ഒരാളേ അല്ല ഞാൻ പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കപ്പുറത്ത് ചിലപ്പോൾ ചില തീരുമാനങ്ങളുടെ ഭാഗമായി നമുക്ക് പ്രവർത്തിക്കേണ്ടി വരും. അത് ഒരു കാര്യം. രണ്ട്, തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ ശരിയായ നിലപാടുകളും ശരിയായ രാഷ്ട്രീയവും മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ് എന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെയല്ല ചരിത്രം. 924 ഇറ്റാലിയൻ ജനറൽ ഇലക്ഷനിൽ ജയിച്ച നേതാവിൻ്റെ പേര് മുസോളിനി എന്നാണ്. മുസോളിനിയുടെ ഫാസിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ വോട്ട് 65%. തെരഞ്ഞെടുപ്പിൽ എല്ലായ്പ്പോഴും ശരി ജയിക്കുകയൊന്നുമില്ല. 65% വോട്ട് നേടി മുസോളിനി ജയിച്ച് ഒരു പതിറ്റാണ്ട് കഴിയുന്നതിന് മുൻപാണ് ഹിറ്റ്ലർ ജർമ്മനിയിൽ ജയിച്ചത്. നാസി പാർട്ടി എല്ലാം തെരഞ്ഞെടുപ്പിലൂടെയാണ് ജയിച്ചത്. പക്ഷെ ആ വിജയമൊന്നും ആത്യന്തികമായി നിലനിന്നില്ല എന്ന് മാത്രം. അപ്പൊ തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ പല കാര്യമുണ്ട്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകൾ നമുക്ക് അങ്ങനെ ഒരുപാട് കൗതുകം കാണാം. പിന്നെ തെരഞ്ഞെടുപ്പിൽ ജയം തോൽവി അതതിൻ്റെ ഭാഗമായിട്ടുള്ള അതൊന്നും ഒരു വ്യക്തിയുടെ എന്തെങ്കിലും പ്രത്യേകത എന്ന നിലയ്ക്ക് ഞാൻ അതിനെ കണ്ടിട്ടേ ഇല്ല. അങ്ങയുടെ ചോദ്യം ജനപ്രതിനിധികളായിട്ടുള്ളവർ കേരളത്തിലെ ജനങ്ങളുമായിട്ടുള്ള അകലം, എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് അത്രയ്ക്ക് ഒരു പ്രശ്നം ആണ് എന്ന് ഞാൻ നിങ്ങളുടെ ചോദ്യത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആ ഒരു അകലം കുറവാണെന്നാണ്. ഏത് പാർട്ടിയാണെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ജനപ്രതിനിധികൾ കേരളത്തിൽ ജനങ്ങളുമായിട്ട് അത്രയധികം അകലമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ ഒരു നിരീക്ഷണം അതാണ്. ഏത് പാർട്ടിയിലായാലും നമ്മുടെ രാജ്യത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കുറെ കൂടി ഭേദം കേരളമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഒരു കാര്യം പറയുകയാണ്, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ കുറഞ്ഞ വാക്കുകളിൽ ചോദ്യമൊന്ന് ചുരുക്കി ചോദിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം കൂടുതൽ പേർക്ക് അവസരമുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്. ചോദ്യം തുടരാം. എനിക്ക് സ്വരാജിനോട് ചോദിക്കാനുള്ളത്, നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ് മാർക്സിസം. അപ്പോൾ പുതിയ കാലത്ത് സാമൂഹിക മാധ്യമം രാഷ്ട്രീയത്തിൽ വളരെയധികം ഇടപെടുന്നുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും കാണാറുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള CPMൻ്റെ ചില നേതാക്കൾ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ കളിയാക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് ആകാറുണ്ട്. അതെങ്ങനെയാണ് പ്രത്യയശാസ്ത്ര ബോധം വളർത്താനായിട്ട് ഉപകാരപ്പെടുന്നത്? എനിക്ക് പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട്
ഇത്രയും നാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഭരിച്ചിട്ട് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയില്ല? ആദ്യം പറഞ്ഞ കാര്യം എൻ്റെ ശ്രദ്ധയിലുള്ളതല്ല. ഞാൻ ഈ നവമാധ്യമങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാളല്ല. ഞാനതിൽ ഇടപെടാറുണ്ട്. പക്ഷേ കുറഞ്ഞ തോതിലേ ഇടപെടാറുള്ളൂ. വല്ലപ്പോഴുമൊക്കെ ഇടപെടാറുള്ളൂ. അപ്പോൾ ആരെങ്കിലും വല്ല സറ്റയർ പോലെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എനിക്ക് പ്രതികരിക്കാനാവില്ല. പിന്നെ മാർക്സിസം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. മാർക്സിസം ഉൾപ്പെടെയുള്ള ആശയഗതികളെ സംബന്ധിച്ച് വളരെ ഹ്രസ്വമായിട്ടുള്ള വിവരണങ്ങളാണെങ്കിലും നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിരുന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. Check. 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 സാറിൻ്റെ പ്രഭാഷണങ്ങൾ ഒരു തീപ്പൊരി പ്രസംഗമാണ്. സാറിൻ്റെ എതിർഭാഗത്തേക്കുള്ള സാറിൻ്റെ പ്രഭാഷണങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. സാറിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് എൻ്റെയും രാഷ്ട്രീയം. സ്വന്തം പാർട്ടിക്കുള്ള, അതായത് ഉള്ള ശക്തമായ ഒരു നിലപാട് എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നായാടി മുതൽ നസ്രാണി വരെ എന്ന ഒരു ശക്തമായ ഇത് നമ്മൾ കണ്ടു. ഒരു ഗുരുവിൻ്റെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളിൽ നിന്ന് തന്നെ അത്തരം വാർത്തകൾ നമ്മൾ കേട്ടു. അതിലൊന്നും സാറിൻ്റെ തീവ്രമായ നിലപാടുകളൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. അഭിസംബോധനയോടുള്ള ഭിന്നാഭിപ്രായം പറയാം. എന്നെ സാറിന് വിളിക്കുന്നതേ എനിക്കിഷ്ടമല്ല. എന്നെ പഠിപ്പിച്ച അധ്യാപകരെ മാത്രമേ ഞാൻ ജീവിതത്തിൽ സാറിന് വിളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്നെ പേര് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. അത് പോട്ടെ, നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഇതിൽ രണ്ട് കാര്യമാണ് പറയാനുള്ളത്. ഒന്ന്, SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി നടത്തുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ഞാൻ അതിലൊരു അഭിപ്രായം പറഞ്ഞില്ല എന്നതാണ് വിമർശനമെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കുറച്ചേ ഞാൻ നവമാധ്യമങ്ങളിൽ ഇടപെടാറുള്ളൂവെങ്കിലും എൻ്റെ ഫേസ്ബുക്ക് വാളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കേരളത്തിൽ ഞാൻ വിചാരിക്കുന്നു ആദ്യമായി ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് തന്നെ പറഞ്ഞ് വിമർശിച്ചിട്ടുള്ളത് ആ പോസ്റ്റാണെന്നാണ് എൻ്റെ വിചാരം. ഇത് തുടങ്ങിയ സമയത്ത് തന്നെയാണ്, ഒരുപാട് മുമ്പ്, പഴയ ചരിത്രമല്ല ഞാൻ പറയുന്നത്, സമീപ സമയത്ത് തന്നെ. ഒന്നത്. രണ്ട്, അദ്ദേഹം മുൻപും നമ്മുടെ സമൂഹത്തിൽ അപലപിക്കപ്പെടേണ്ട അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് ഒരു സന്ധിയും ചെയ്തിട്ടില്ല ഞങ്ങളാരും. അദ്ദേഹം ഒരു ജാഥ നയിച്ച സമയത്ത് കേരളം മുഴുവൻ ഞങ്ങളും ജാഥ നയിച്ച് ഓരോ തെരുവിലും നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, ശക്തമായി പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഇപ്പോൾ സമീപ സമയത്ത് അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തി. അത് മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള രാഷ്ട്രീയ വിമർശനമായിരുന്നു. എന്നാൽ അത് മുസ്ലിങ്ങൾക്കെതിരാണെന്നും ജില്ലക്കെതിരാണെന്നും ശക്തമായ പ്രചരണം വന്നു. അദ്ദേഹത്തിൻ്റെ ശൈലിയും ഭാഷയും ഒക്കെ ചിലപ്പോൾ അതിന് സഹായിച്ചിട്ടുണ്ടാവാം. ആ സമയത്ത് അദ്ദേഹം അത് തിരുത്തി. ഞാൻ മുസ്ലിങ്ങൾക്കെതിരായിട്ടോ ജില്ലക്കെതിരായിട്ടോ അല്ല, മുസ്ലിം ലീഗിനെതിരായിട്ടാണ് എന്ന് ഊന്നി പറഞ്ഞു. അതിൻ്റെ മറുപടി ലീഗ് പറയട്ടെ, അതാണ് എൻ്റെ അഭിപ്രായം. അത് ലീഗ് പറയട്ടെ. എന്തുകൊണ്ട് പറയട്ടെ? മുസ്ലിം ലീഗും കോൺഗ്രസും അദ്ദേഹവും കൈകോർത്തു പിടിച്ചാണ് ഒരുമിച്ച് ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചത്. അന്ന് അവർക്കിടയിൽ പല ധാരണയുണ്ടായിരുന്നു. ആ ധാരണകൾ പാലിക്കപ്പെട്ടില്ല. അത് തിരിച്ചു ചോദിക്കുമ്പോൾ അവർ പറഞ്ഞോളം മറുപടി. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണ്? മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ, നമ്മുടെ വിഷയത്തിലേക്ക് അതൊക്കെ കടന്നു വരുന്നത് നല്ലതാണ്, എന്നാൽ അത് പറഞ്ഞേക്കാം. മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ അപ്പോൾ സമുദായത്തെ വിമർശിക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുക. RSSനെ വിമർശിച്ചാൽ അപ്പോൾ ഹിന്ദുവിനെ ആക്രമിക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുക. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ ഇസ്ലാമിനെ ആക്രമിക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുക. അതിനെ നാം ജനാധിപത്യത്തിൻ്റെ പ്രാഥമിക തലത്തിൽ തന്നെ പരാജയപ്പെടുത്തേണ്ട ഒരു തെറ്റായ വ്യാഖ്യാനമാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ 46-ൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അതികായനായിരുന്ന
ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, 2 ഗാന്ധിമാരാണല്ലോ, അതിർത്തി ഗാന്ധി, അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. അദ്ദേഹം വലിയ ആത്മസംഘർഷങ്ങളോടെയാണ് ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിൽ പറഞ്ഞു, എൻ്റെ പ്രദേശത്തെ മുസ്ലിങ്ങൾക്ക് ഞാനിപ്പോൾ വലിയ അസ്വീകാര്യനാണ്. അവരെല്ലാം എന്നെ അവർക്കെതിരായ ഒരാളാണ് എന്ന് കുറ്റപ്പെടുത്തുന്നു. ഇത്തരം ആളുകളെ ഞാൻ തീവണ്ടി യാത്രയിലും മറ്റും സ്ഥിരമായി കാണാറുണ്ട്. അപ്പോഴെല്ലാം ഞാൻ അവരോട് സംസാരിക്കും, ഞാൻ നിങ്ങൾക്കെതിരല്ല, ഞാൻ നിങ്ങളോടൊപ്പമാണ്, ഞാൻ മുസ്ലിങ്ങൾക്കെതിരല്ല. അപ്പോൾ അവരെന്നോട് പറയും, നിങ്ങൾ മുസ്ലിം ലീഗിനോടൊപ്പമല്ലല്ലോ. അപ്പോൾ ഞാൻ അവരോട് മറുപടിയായി പറയാറുണ്ട്, മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതിൻ്റെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല മുസ്ലിങ്ങളോടൊപ്പം നിൽക്കാൻ. ഇത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ 946 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പറഞ്ഞ, കൊല്ലം എത്ര കഴിഞ്ഞു, ഇപ്പോഴും ലീഗിനെതിരെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ അത് സമുദായത്തിനെതിരെ എന്ന് വ്യാഖ്യാനിക്കുകയാണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആ പ്രസംഗം നടത്തി 20 കൊല്ലത്തിന് ശേഷം, ഏതാണ്ടൊരു 20 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ തോന്നുന്നു, അതെ 20 കൊല്ലത്തിൽ ചില്ലുവാനം കഴിഞ്ഞപ്പോൾ ഈ കേരള നിയമസഭയിൽ കോൺഗ്രസിന്റെ MLA ആയ ശ്രീ KT ജോർജ് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. വേറൊരു കോൺടെസ്റ്റിലാണ്. ആ പ്രസംഗത്തിലെ ഒരു വാചകം ഇങ്ങനെയാണ്, മുസ്ലിം എന്ന് പറയുന്നതും മുസ്ലിം ലീഗ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്, ഒന്നല്ല. കോൺഗ്രസ് നേതാവ് പറഞ്ഞു. ഞാൻ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെയും കോൺഗ്രസ് നേതാവായിരുന്ന KT ജോർജിനെയും ഇവിടെ ഉദ്ധരിക്കാൻ കാരണം ഈ സാഹചര്യം ഇപ്പോഴും നിൽക്കുകയാണ്. ഒരു രാഷ്ട്രീയ വിമർശനത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാനാവില്ല എന്ന് വന്നാൽ ഉടനെ മതത്തെ ഒരു പരിചയമായി സ്വീകരിക്കുക. ജനാധിപത്യത്തിൽ അത് അംഗീകരിക്കാനേ പറ്റില്ല. രാഷ്ട്രീയ വിമർശനങ്ങൾ ഇനിയും തുടരും, വീണ്ടും കേൾക്കേണ്ടി വരും. അപ്പോൾ അതിനെ ഈ തരത്തിൽ ചിത്രീകരിക്കുന്നത്, വക്രീകരിക്കുന്നത് ശരിയായ ഒരു കാര്യമല്ല. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞതിനെക്കുറിച്ചല്ല ഞാനിത് പറഞ്ഞത്, മറിച്ച് സമൂഹത്തിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങളെക്കുറിച്ചാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ നമ്മുടെ സമൂഹം തള്ളിക്കളയേണ്ടതായ കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ പേരെടുത്ത് തന്നെ വിമർശിക്കാൻ, പേര് പറഞ്ഞു തന്നെ വിമർശിക്കാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഫോണിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് എടുത്തിട്ട് ഒരു ഒത്തിരി പുറകോട്ട് പോയാൽ മതി. 100 കണക്കിന് പോസ്റ്റുകളൊന്നും പോണ്ട, ഒരു 10 പോസ്റ്റിൽ താഴെ അത്രയും വരൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. പോയാൽ അത് കാണുകയും ചെയ്യാം. പക്ഷേ ഇവിടെ ഇപ്പോൾ യാഥാർത്ഥ്യങ്ങളുടെ ലോകമല്ല, പ്രതീതിയുടെ ലോകമാണ്. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തില്ല, നിങ്ങൾ കേട്ടൊരു കാര്യം പറഞ്ഞതാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രതീതിയാണിപ്പോൾ എല്ലായിടത്തും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. എന്തെല്ലാം പ്രതീതികളാണ്.